ശ്രീ പ്രിന്റു മഹാദേവൻ, ഇന്നലെ മുസ്ലിം ലീഗ് നടത്തിയ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ വന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വന്ന് നടത്തിയ അനുനയ നീക്കം എന്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കാൻ പോകുകയാണ്. പാലക്കാട് വളരെ സജീവമായ ഒരു വിഷയമായി ഈ മുനമ്പം നിൽക്കുകയാണ്. ഈ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലക്കാട് രൂപതയടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് അവരുടെ ഒരു വോട്ട് ബാങ്കിൽ കൃത്യമായ ഒരു വിള്ളൽ, BJP ഒരു തരത്തിലും അവിടെ പാലക്കാട് ജയിക്കരുത് എന്ന ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ട് ഇത് ഏത് വിധേനയും ഈ മുനമ്പം സമരത്തെ ഒന്ന് കെട്ടടക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നീക്കമാണ് നമ്മൾ ഇന്നലെ കണ്ടത് കൊച്ചിയിൽ. പക്ഷേ നോക്കൂ, ഇന്ന് മുനമ്പം സമരസമിതി ആ അനുനയ നീക്കങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും സമരം കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുമെന്ന് സമരസമിതിയുടെ ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. ശ്രീ ഹസ്കർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് പ്രിന്റുവിലേക്ക് പോയതിനു ശേഷം ശ്രീ ഹസ്കറിലേക്ക് ഞാൻ എത്താം. ശ്രീ പ്രിന്റു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കാം. ഇതിനകത്ത് കൃത്യമായിട്ട് BJP ഉന്നയിക്കപ്പെടുന്നത് കേവലം രാഷ്ട്രീയ വിഷയമായിട്ടല്ല. ഈ 2 മുന്നണികളും ഇവിടെ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന്റെ ശ്രമഫലമായിട്ട് നടത്തിവരുന്ന വലിയൊരു മതേതര സംവിധാനത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കൃത്യമായി ഒരു മതേതര രാജ്യത്ത് ഒരു മതരാഷ്ട്രവാദത്തിന് അടിത്തറ പാകുന്ന രീതിയിലുള്ള ഒരു ഭൂമി കയ്യേറ്റം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഭൂമി കയ്യേറ്റത്തിന് എല്ലാവിധത്തിലും ഒത്താശ പാകി കൊടുക്കുകയാണ് മുന്നണികൾ. ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, ക്രൈസ്തവ സഭകൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 2 മുന്നണി സംവിധാനങ്ങളും തങ്ങൾക്ക് രക്ഷയ്ക്ക് അനുകൂലമായി നിൽക്കില്ല. തങ്ങളുടെ ഭൂമിയും സ്വത്തും ഏറ്റെടുക്കാൻ വേണ്ടി ഒരു കൂട്ടർ വരുന്ന സമയത്ത് ആ ഭൂമി ഏറ്റെടുക്കാൻ വരുന്ന അധിനിവേശ ശക്തികൾക്കൊപ്പമാണ്, മതരാഷ്ട്രവാദികൾക്കൊപ്പമാണ് ഇവിടുത്തെ 2 മുന്നണികളും എന്നുള്ളത് ക്രൈസ്തവ സഭാ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നേതൃത്വം മനസ്സിലാക്കിയ സമയത്താണ് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് അവർ ഒരുമിച്ച് കൈകോർത്ത് BJP അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളുമായി ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ പോരാടുന്നത്. ഇത് ഒരു മണ്ണിൽ, ഈ ഒരു അവനവൻ ജനിച്ചു വീണ മണ്ണിൽ നിന്ന് പറിച്ചെറിയാതിരിക്കാനുള്ള അവന്റെ അവസാനത്തെ പോരാട്ടമാണ്, അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ആ പോരാട്ടത്തെ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നക്കാപ്പിച്ച കാണിച്ചുകൊണ്ട് തകർക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. അതിൽ ഈ മുസ്ലിം ലീഗിന്റെ കെണിയിൽ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വമോ ക്രൈസ്തവ സഭയോ കൃത്യമായിട്ട് വീഴില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. കാരണം അത് അവന്റെ മണ്ണ് സംരക്ഷിക്കാനുള്ള അതിജീവനത്തിന്റെ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് ക്രൈസ്തവ സഭകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മുനമ്പത്തായിക്കോട്ടെ പാലക്കാട്ടായിക്കോട്ടെ അത് പ്രതിഫലിക്കുന്നുണ്ട്. ആ പ്രതിഫലിക്കുന്നതിനെ പേടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുസ്ലിം ലീഗ് പോകുന്നത്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമോ 2 പാർട്ടികൾ തമ്മിലുള്ള വിഷയമൊന്നുമല്ല. ഇത് ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകളുടെ ഭൂമിയും സ്വത്തും മണ്ണും നഷ്ടമാകുന്ന സാഹചര്യം, ആ സാഹചര്യത്തെ ചോദ്യം ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള സംവിധാനം എന്ന രീതിയിൽ അവർ മാറുന്നു. അവിടെയാണ് ഇവർ പ്രതിരോധം സൃഷ്ടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രതിരോധം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കേവലം ഒരു രാഷ്ട്രീയമായിട്ടും അല്ല കാണുന്നത്, ഇത് മനുഷ്യ ജീവിതങ്ങളുടെ നിലനിൽപ്പിന്റെ അതിജീവനത്തിന്റെ പോരാട്ടമായിട്ടാണ് BJP കാണുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം.